നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് തങ്ങളുടെ ഭരണകാലത്തുണ്ടായ വികസനത്തിന്റെ കണക്കുകൾ. പല വേദികളിലും വളരെ അഭിമാനത്തോടെ എടുത്തു നിരത്തിയ വികസനങ്ങൾ ഓരോന്നായി തകർന്നും പൊളിഞ്ഞും വിള്ളൽ വീണും ഇല്ലാതാകുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തുവരുന്നതും. ഓരോ ദിവസം കഴിയും തോറും വികസനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ അഴിമതികളുടെയും കള്ളത്തരത്തിന്റെയും വ്യക്തമായ ചിത്രവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിനെതിരെ ജനങ്ങളും വൻ രീതിയിലുള്ള പ്രതിഷേധവുമായി മുൻപോട്ട് വന്നിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്വന്തം മണ്ഡലമായ ഗാന്ധിനഗറിൽ റോഡുകൾ ശോചനീയാവസ്ഥയിലാണ് തുടരുന്നത്. അതിനാൽ തന്നെ അപകടങ്ങൾ പതിവാകുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജനങ്ങൾ. റോഡിലെ വെള്ളക്കെട്ടിൽ ബി.ജെ.പിയുടെ കൊടി നാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. റോഡുകളെല്ലാം തകർന്ന് കുഴിയും കുളവുമായിരിക്കുന്ന അവസ്ഥയാണ് ഗാന്ധിനഗറിൽ നിലവിലുള്ളത്. റോഡിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ കാർ വീണ് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവവും ഇതിനിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവൻ പണയം വെച്ചാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. നഗരപാതകൾ വെള്ളക്കെട്ടിലായി ജനജീവിതം ദുസ്സഹമായതിനു പിന്നാലെയാണ് ഗാന്ധിനഗറിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങിയത്. റോഡുകളിലെ വെള്ളക്കെട്ടുകളിൽ ബി.ജെ.പി. പതാകകൾ നാട്ടിയും റോഡ് കോൺട്രാക്ടർമാരും ബി.ജെ.പി. നേതാക്കളും തമ്മിലുള്ള അഴിമതിയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് റോഡുകളെ എത്തിച്ചിരിക്കുന്നതെന്നും ആരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കനത്ത മഴയിൽ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിലെ റോഡുകളെല്ലാം തന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. തലസ്ഥാനമായ അഹമ്മദാബാദിലെ റോഡിലെ പാതാളക്കുഴിയുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ അഹമ്മദാബാദിനും ഗാന്ധിനഗറിനും പുറമെ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളായ ഭൂജ്, ജുനാഗഡ്, സൂറത്ത്, വാപി, ബറൂച്ച് നിരത്തുകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അതിൽ ഏറ്റവും ഞെട്ടിപ്പിച്ചത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു. ദിവസങ്ങളായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്കിടെയാണ് അഹമ്മദാബാദിലെ ഷേലയിൽ പൊതുനിരത്തിൽ ഭീമാകാരമായ ഗർത്തം രൂപപ്പെട്ടത്. റോഡിലെ വൻ ഗർത്തത്തിന്റെ ദൃശ്യങ്ങൾ ANI അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഭരിച്ച് ഭരണഘടനയെ തന്നെ കുളം തോണ്ടിയ മോദിയുടെ ഭരണകാലത്തുള്ള റോഡുകളും ഇപ്പോൾ കുളങ്ങളായിട്ടാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അഴിമതികളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മോദിയുടെ വികസനങ്ങൾ തകർന്നടിയുന്നത് പോലെ മോദി സർക്കാരും പെട്ടെന്ന് തകരും എന്നതിൽ സംശയം വേണ്ട.